നമസ്കാരം. ഒരു കമ്പനി എങ്ങനെയാണ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് നോക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അവരുടെ സെയിൽസ് ഓരോ വർഷവും അവർ ഒരു നിശ്ചിത ശതമാനത്തോളം കൂട്ടുകയാണെങ്കിൽ, അതായത് 10% അല്ലെങ്കിൽ അതിന് മുകളിൽ ഓരോ വർഷവും അവർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നൊരു കമ്പനി. അതോടൊപ്പം തന്നെ അവരുടെ പ്രോഫിറ്റ് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യുന്ന കമ്പനി. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ പലപ്പോഴും നോക്കുമ്പോൾ അവരുടെ പ്രോഡക്റ്റ് വാല്യുബിൾ ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിന് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങളോടെല്ലാം നമുക്ക് ഒരു കമ്പനി ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്പനി, ആ കമ്പനിയുടെ എന്താ പറയുക, പ്രൊമോട്ടർ ഹോൾഡിങ്, ഇപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിങ് 75% അവരുടെ ഷെയർസും പ്രൊമോട്ടറിൻ്റെ കയ്യിലാണെന്ന് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഏകദേശം FIA&DAയുടെ കൂടെ, അല്ലെങ്കിൽ പ്രൊമോട്ടർ FIA&DAയുടെ കൂടെ 98% മുകളിൽ ഷെയർ ഹോൾഡിങ് കൈവശം വെച്ചിരിക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഇത്തരം കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും. ബിക്കോസ് പിന്നെ എന്താ പറയുക, പ്രൊമോട്ടേഴ്സിന് ഈ ഷെയറിൻ്റെ മുകളിലുള്ള ഡിസിഷൻസ് വളരെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു കമ്പനിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് എൻട്രൻസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ മെയിനായിട്ടുള്ള പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, അവരുടെ മാർക്കറ്റ് എന്തൊക്കെയാണ്, അവരുടെ ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് എൻട്രൻസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇപ്പോൾ കമ്പനിയുടെ മെയിനായിട്ട് അവർ അലുമിനിയം കാസ്റ്റിംഗ്, അതായത് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള OEM ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിന് സപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ളത്. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് അലുമിനിയം കാസ്റ്റിംഗ്, സസ്പെൻഷൻ, ട്രാൻസ്മിഷൻ, ബ്രേക്കിംഗ് ആൻഡ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ടു വീലർ ആൻഡ് 3 വീലർ OEM ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ സീരീസ് ഓഫ് 4 വീൽ OEM, അതുപോലെ തന്നെ 2 വീൽ ആഫ്റ്റർ മാർക്കറ്റ് ഇൻ യൂറോപ്പ്. അപ്പോൾ ഇന്ത്യയിലും യൂറോപ്പിലെല്ലാം മെയിനായിട്ട് വെഹിക്കിൾസിന് ഇത്തരം കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ് എൻട്രൻസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ അതുപോലെ തന്നെ EV റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ സബ്സിഡറി ആയിട്ടുള്ള മാക്സ്വെൽ എനർജി സിസ്റ്റംസിലൂടെ EV റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റൂടെ അവർ ഇറക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഒരു റവന്യൂ മിക്സ്, അതായത് എവിടെ നിന്നൊക്കെയാണ് ഇവരുടെ വരുമാനം നോക്കുകയാണെങ്കിൽ, ഡൈകാസ്റ്റിംഗ് എന്ന് 43% സസ്പെൻഷൻ എന്ന് 26%, ഡിസ്ക് ബ്രേക്ക് എന്ന് 12%, അലോയ് വീൽ എന്ന് 8%, ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് 5%, ട്രാൻസ്മിഷൻ 4%, അതേഴ്സ് 2% ആയിട്ടുള്ള ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ മെയിനായിട്ട് ഇന്ത്യയിൽ നിന്ന് 77% അവരുടെ റവന്യൂ കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നും, അതുപോലെ തന്നെ 23% അവർക്ക് റവന്യൂ കിട്ടുന്നത് യൂറോപ്പിൽ നിന്നാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ക്ലയൻറ്റിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, റോയൽ എൻഫീൽഡ്, ഇന്ത്യ, യമഹ മോട്ടോർ, ഹോണ്ട, ഹീറോ മോട്ടോകോപ്പ്, TVS, സുസുക്കി മോട്ടോർ സൈക്കിൾ, ഇങ്ങനത്തിലുള്ള പല മേജർ ക്ലയൻറ്റുകളും ഇവരുടെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റിലുള്ളതാണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓർഡറുകൾ ഇവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. ഹോൾഡിംഗ് തന്നെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 75% ഷെയർസും അവർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. FIA അവർ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 12.37 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കാണിക്കുന്നത്. DIA 10.89%. ഇപ്പോൾ ഇതെല്ലാം വളരെ കൂടുതൽ നോക്കുമ്പോൾ 98 something വരും. അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ ഓൺലി 1.75% മാത്രം ഷെയർസ് പബ്ലിക്കിൻ്റെ കയ്യിലുള്ളൂ എന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻ്റലി കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് കാണുന്നത്. അപ്പോൾ ഗ്രാഫ് ഇപ്പോൾ കുറച്ച് ഓൾ ടൈം ഹൈ അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഹൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഉചിതമല്ല. അപ്പോൾ ഇതൊരു റഡാർ ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ഈ ഒരു ഈ ബ്ലാക്ക് ലൈൻ മീൻസ് 200 ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ മാത്രം പർച്ചേസ് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുകയാണ്. ഇനി ഇവരുടെ മറ്റു കാര്യങ്ങൾ നോക്കണം. മാർക്കറ്റ് ക്യാപ്പ് 35,000 ആണ്, കറൻറ്റ് പ്രൈസ് 2,525 ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് PE 43 ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി PE 28.4 ആണ്. ഇൻഡസ്ട്രി PEയുടെ കുറച്ച് മുകളിലാണ് സ്റ്റോക്ക് PE ഇപ്പോൾ കിടക്കുന്നത് കാണാൻ പറ്റും. ROCയും ROEയും ഓക്കെയാണ്, 18%, 15% ആണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെന്താ പറയുന്നത്, കറൻറ്റ് ലയബിലിറ്റീസ് 2,692 crore ലയബിലിറ്റീസ് ഉണ്ടെന്ന്
ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഇവരുടെ ക്വാർട്ടർലി ബേസ് നമുക്ക് സെയിൽസ് നോക്കേണ്ട, കാരണം ക്വാർട്ടർലി ബേസ് സെയിൽസ് പല സീസണിനനുസരിച്ചിട്ട് സെയിൽസിനകത്ത് ഡിഫറൻസസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേറെ ബെറ്റർ ആയിട്ട് ഇയർലി ബേസിസുള്ള അവരുടെ സെയിൽസും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ ഇയർലി ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്തത് 2014 4,200 crore ആയിരുന്നു. അത് മാർച്ച് 2025 ആകുമ്പോഴേക്ക് 11,561 crore ആയി മാറിയിട്ടുണ്ട്. അത് ഗ്രാജുവലായിട്ട്. അതിന് മുമ്പത്തെ വർഷം 10,241 ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം 8,804 ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം 7,549. ഓൾമോസ്റ്റ് 10% അല്ലെങ്കിൽ മോർ പെർസെൻറ്റേജ് അവർക്ക് ഓരോ വർഷവും സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഒരു നല്ല 13% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. അതായത് 100 രൂപയുടെ സെയിൽ എടുക്കുമ്പോൾ 13 രൂപ അവരുടെ പ്രോഫിറ്റിലോട്ട് എത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ടാക്സ് പെർസെൻറ്റേജാണ് മറ്റൊരു കാര്യം നോക്കേണ്ടത്. ടാക്സ് അവർ കൃത്യമായി 24%, 21%, 24, 32% ആയിട്ട് അടച്ചിട്ടുണ്ട്. ടാക്സ് അടയ്ക്കാതെ ഇൻകം കാണിക്കുന്ന ഒരു ഇതൊന്നുമില്ല, അവർ ടാക്സ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ മാർച്ച് 25 ഏറ്റവും ഹയസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് 836 crore നെറ്റ് പ്രോഫിറ്റ് അവർ കാണിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. പിന്നെ ഡിവിഡൻഡ് പേ ഔട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മറ്റ് ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. ഒറ്റ കാര്യമെന്നുള്ളൂ, ഈ പിന്നെന്താ പറയുക, പ്രൊമോട്ടേഴ്സിൻ്റെ FIA-DAയുടെ കയ്യിലാണ് മേജർ ഷെയർസ് ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ വെറും 1.75% ഷെയർസ് ഉള്ളൂ. അപ്പോൾ ഇത്തരം കമ്പനികൾ റഡാർ ലിസ്റ്റിൽ ഇട്ടിട്ട് സ്യൂട്ടബിൾ ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ആൾ ടൈം ഹൈയോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമല്ല. ബട്ട് റഡാർ ലിസ്റ്റിൽ ഇട്ടിട്ട് കമ്പനിക്ക് ഫ്യൂച്ചർ ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രോഡക്റ്റിന് ഫ്യൂച്ചർ ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനിയാണ്. റഡാർ ലിസ്റ്റിൽ വെച്ചതിന് ശേഷം മാത്രം എപ്പോഴൊക്കെയാണ് ഒരു ഡിപ്പ് വരുന്നത് അപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ ഞാൻ ഈ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്യണം.